തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? ശ്രുതിമോൾ. ശ്രുതിമോൾ, എന്താണ് ഈ പൂന്തറ വാർഡിനെ കുറിച്ച് ഏകദേശം പഠിച്ച രൂപം? ഞാൻ നാട്ടുകാരിയാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നാടിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. 35 കൊല്ലവും നാടിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് തൊഴിൽ പഠിക്കുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ? വിദ്യാഭ്യാസം? ഞാൻ ഗ്രാജുവേറ്റഡ് ആണ്. എയർപോർട്ടിൽ 5 years എക്സ്പീരിയൻസ് ഉണ്ട് കസ്റ്റമർ സർവീസ് ഏജന്റ് ആയിട്ട്. അതെ. അപ്പൊ എന്താണ് പൂന്തറയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോണ 5 വർഷക്കാലത്ത് ഇനി വരാൻ പോണ വികസനങ്ങൾ എന്തൊക്കെയാണ്? വികസനങ്ങളില് ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പൂന്തറ നാടിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കുറച്ച്. റോഡ് വികസനം, അതുപോലെ തന്നെ ഓടകളുടെ പദ്ധതികള്, അതുപോലെ തന്നെ ഡ്രെയിനേജ് എന്താണ് ഈ പൂന്തറ പ്രദേശത്ത് ഡ്രെയിനേജ് കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രദേശങ്ങളാണ്. ഉറപ്പായിട്ടും നല്ല രീതിയിൽ പദ്ധതികൾ വിഭാവനം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുവച്ചിട്ടുണ്ട്. ചെയ്താൽ മതി. അതെ, കാരണം നമ്മൾ വീടുകൾ സന്ദർശിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മള് നേരിട്ട് പോയി അറിയുകയാണല്ലോ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്. വേറെ ഏതെങ്കിലും പ്രോജക്റ്റുകൾ നമുക്ക് മനസ്സിൽ പുതിയ പ്രോജക്റ്റുകളിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മാലിന്യ സംസ്കരണം എന്നുള്ളതാണ്. വാർഡിൽ നമ്മൾ ഒരുപാട് ജനസാന്ദ്രത ഏറിയ ഒരു പ്രദേശമാണ് പൂന്തറ എന്ന് പറയുന്നത്. അതെ. അപ്പൊ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അത് എത്തരത്തിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മാലിന്യ സംസ്കരണം നടത്താം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എല്ലാ സംഘടനയോട് ചേർന്നിട്ട് ആണല്ലോ വിളപ്പിശാല ഒന്ന് കൂട്ടിയത്. അതെ അതെ. വീണ്ടും ഒരു സംഭവം തുടങ്ങാന്ന് പറയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അല്ല, നമ്മള് വളരെ മികച്ച രീതിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണം നമുക്ക് എത്രയോ മറ്റു കോർപ്പറേഷനുകളിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. Chipmunks,